വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 6-ാം അധ്യായം ഞങ്ങൾ ഓർമ്മിക്കുന്നു. നിങ്ങൾക്കും പോകണമോ എന്ന് അവിടുന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ്ലിഹ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞങ്ങൾ മറ്റെവിടേക്ക് പോകും? ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. ദൈവമേ, ഞങ്ങളും അതേ വചനം ഏറ്റുപറയുന്നു. അങ്ങയുടെ പക്കലാണല്ലോ ജീവൻ്റെ വചനങ്ങളുള്ളത്. ഈ സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ആ വചനങ്ങൾ പകർന്നു നൽകണമേ. പ്രത്യേകമായി ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഈ നിമിഷം തന്നെ അനുഭവിച്ചറിയട്ടെ. ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ദൈവാനുഗ്രഹവും അഭിഷേകവും പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തെ ആധാരമാക്കി നമുക്ക് ധ്യാനിക്കാം. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണിത്. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ജോർദാൻ കടക്കുന്നു. ഇസ്രായേൽ ജനം എപ്രകാരമാണ് ജോർദാൻ നദി മറികടക്കുന്നത് എന്നുള്ളതാണ് വചനം നമ്മോട് പങ്കുവയ്ക്കുക. നമ്മുടെ ജീവിതവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം പറയുന്നത് ദൈവം ജെറീക്കോ പട്ടണത്തെ ഇസ്രായേലിയരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിനെ പറ്റിയാണ്. 2-ാമത്തെ അധ്യായം അവസാനത്തെ തിരുവചനം ഇങ്ങനെയാണ്: ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. തീർച്ച അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത്. ഈ ഒരു സന്തോഷ വാർത്ത ശ്രവിക്കുന്ന ഉടനെയാണ് ജോർദാൻ മറികടക്കാം എന്നുള്ള തീരുമാനം ജോഷുവ എടുക്കുന്നത്. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലിയരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരികെ എത്തി. മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. പ്രിയമുള്ളവരെ, ഈ ജോഷുവ ജനക്കൂട്ടവുമായി ജോർദാൻ്റെ കരയിലെത്തി അവിടെ പാളയമടിച്ചു എന്നാണ് വായിക്കുക. ചെല്ലുന്ന ഉടനെ തന്നെ ഈ നദിയിലേക്ക് ഇറങ്ങുന്നില്ല. ഒരുപക്ഷെ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ അധ്യായത്തിൻ്റെ തന്നെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കര കവിഞ്ഞൊഴുകുക പതിവായിരുന്നു. അതായത് സാധാരണഗതിയിൽ ശാന്തമായി ഒഴുകുന്ന ജോർദാൻ കര കവിഞ്ഞൊഴുകുന്ന ഒരു സമയത്താണ് ഈ ജനം അവിടേക്ക് കടന്നു ചെല്ലുക. അതുകൊണ്ട് അതിനെ മറികടക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. വീണ്ടും ജെറമിയായുടെ പ്രവചനം 12-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം പറയും: മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? സുരക്ഷിത സ്ഥാനത്ത് കാൽ ഇടറുന്നുവെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും? ഈ ഒരു വചനം സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ചരിത്രം പറയുക, ഈ ജോർദാൻ്റെ സമതലങ്ങളിൽ വനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ എളുപ്പത്തിൽ മുൻപിലേക്ക് യാത്ര ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് ഈ ജനം 3 ദിനങ്ങൾ അതിൻ്റെ കരയിൽ പാളയമടിച്ച് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതവുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണിത്. കര കവിഞ്ഞൊഴുകുന്ന ജോർദാൻ അനുഭവങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അതിനെ എങ്ങനെ മറികടക്കും എന്ന് ആകുലപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ. മാറാ രോഗമാകാം, അല്ലെങ്കിൽ വലിയ കടബാധ്യതയാകാം, കുടുംബത്തിലെ ചില തകർച്ചകളാകാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളാകാം. എന്തുമാകട്ടെ, മറികടക്കാൻ കഴിയാതെ ആകുലപ്പെടുന്ന
എത്രയോ മനുഷ്യരുണ്ട്. ഈ വചനം ശ്രവിക്കുന്ന പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ ഈ വചനഭാഗം എടുത്തു ധ്യാനിച്ചാൽ ഈ ജോർദാൻ അനുഭവങ്ങളെ മറികടക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ദൈവം അവിടെ പറയുക. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ തിരുവചനം ഇതാണ്. 3-ാം അധ്യായം 3-ാം തിരുവചനം. 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ഇതാണ് ഈ ജനത്തിന് ലഭിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം. സ്നേഹമുള്ളവരെ, ഇവരുടെ മുൻപിൽ വാഗ്ദാന പേടകമുണ്ട്. ആ വാഗ്ദാന പേടകത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു വേണം മുൻപിലേക്ക് യാത്ര ചെയ്യാൻ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വാഗ്ദാന പേടകം ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സൂചിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ഒരുപക്ഷെ പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ എമ്മാനുവൽ എന്നുള്ള സങ്കല്പമാണ്, അല്ലെങ്കിൽ എമ്മാനുവൽ എന്നുള്ള ആ ഒരു കാര്യമാണ് പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം സൂചിപ്പിക്കുക. ദൈവം നമ്മോട് കൂടെ. ഈ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത് 3 കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. 1, ദൈവം വർഷിച്ചു നൽകിയ മന്ന. അത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 33-ഉം 34-ഉം തിരുവചനങ്ങളിലാണ് നമ്മൾ കാണുക. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ഉം 34-ഉം തിരുവചനങ്ങൾ. മോശ അഹ്റോനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ 1 ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യപേടകത്തിന് മുൻപിൽ സൂക്ഷിച്ചു വെച്ചു. അതായത് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ വിശപ്പകറ്റിയതിൻ്റെ, ദൈവം ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ എടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മന്ന നൽകുക. രണ്ടാമത്, ദൈവം നൽകിയ 10 കൽപ്പനകൾ വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം തന്നെ ഇപ്രകാരമാണല്ലോ പറയുക, ദൈവം തൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതി നൽകിയ 10 കൽപ്പനകൾ. ഇസ്രായേൽക്കാരും യഹോവയും തമ്മിലുള്ള ആഴമായ ബന്ധത്തിൻ്റെ സൂചനയാണ് ആ 10 കൽപ്പനകൾ. മൂന്നാമത്, അഹറോൻ്റെ തളിർത്ത വടിയാണ് വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിലാണ് നമ്മൾ അത് വായിക്കുക. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നത് അഹറോൻ്റെ തളിർത്ത വടിയെക്കുറിച്ചാണ്. ദൈവം മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം, എന്നിട്ട് അവരോട് ഓരോ വടി കൊണ്ടുവരാൻ പറയുക. അങ്ങനെ 12 പേരും ഓരോ വടിയുമായി ദൈവസന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് ഇപ്രകാരം നമ്മൾ വായിക്കും. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുവചനം. പിറ്റേ ദിവസം മോശ സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോൻ്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അതായത് ഇത്രയും ആളുകളുടെ വടികളിൽ നിന്നും തളിർത്തത്, പൂവിട്ടത് അത് അഹറോൻ്റെ വടിയാണ്. പ്രിയമുള്ളവരെ, അത് നൽകുന്ന ഒരു സൂചന ഇതാണ്, എത്ര വരണ്ടുണങ്ങിയ അവസ്ഥയിൽ നിന്നും, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നും മനോഹരമായ കാര്യങ്ങൾ രൂപപ്പെടുത്താൻ സത്യദൈവത്തിന് കഴിയും. ആ ഒരു ഓർമ്മയാണ് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്ന 3-ാമത്തെ കാര്യം. ഇതാ ഇപ്പോൾ ഈ ജനത്തോട് ദൈവം പറയുന്നു, ദൈവ സാന്നിധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു വേണം, വാഗ്ദാന പേടകത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു വേണം മുൻപിലേക്ക് നീങ്ങുവാൻ. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക. 16-ാം സങ്കീർത്തനം 8-ാം തിരുവചനം വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനമാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഒരു പ്രതിസന്ധിക്ക് മുൻപിലാണ് ഈ ജനം നിൽക്കുക. പക്ഷേ അവരോട് തമ്പുരാൻ പറയുന്നത് ഈ ഒരു കാര്യമാണ്, ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് മുൻപിലേക്ക് പോവുക. അപ്പോൾ ഒരിക്കലും വീണു പോവുകയില്ല. കൂടാതെ കുത്തിയൊഴുകി വരുന്ന യോർദാനെയും മറികടക്കാൻ പറ്റും. കൂടാതെ ജോഷുവയുടെ പുസ്തകം 3-ാം5-ാം തിരുവചനം പറയുന്ന ഒരു കാര്യം, നമുക്കെല്ലാം ഏറെ പരിചിതമായ
പല ധ്യാനങ്ങളിലും നമ്മൾ ശ്രവിക്കുന്ന ഒരു വചനമാണ്. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ഒരു വചനം പല ആവർത്തി നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടാകും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ഈ ശുദ്ധീകരിക്കുക എന്നുള്ള വാക്കിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഓരോരുത്തരും തങ്ങളുടെ വ്യക്തിപരമായ തിന്മകളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കണം. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 59 അധ്യായം 1 2 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 1 2 തിരുവചനങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വചനം പറയുന്നത് ദൈവം എത്ര വലിയ പ്രതിസന്ധിയിലും രക്ഷിക്കുമെന്നാണ്. പക്ഷേ അത് സംഭവിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമാണ് രണ്ടാമത്തെ വചനം പറയുക. നിന്റെ പാപങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ആഹാന്റെ പാപം. അവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചയെക്കുറിച്ചാണ് തമ്പുരാൻ പറയുക. ഈ ജെറീക്കോ പട്ടണം ഇസ്രായേൽ ജനത്തിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത ഒരു കൽപ്പന ഉണ്ട്. അവിടെ നിന്നും ഒന്നും കൈവശപ്പെടുത്തരുത്. ഈ 7-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. അതായത് അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട പട്ടണമാണ്. അവിടെ നിന്നും ഒന്നും എടുക്കരുത്, അതായിരുന്നു കൽപ്പന. പക്ഷേ പ്രിയമുള്ളവരെ, ഈ ആഹാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നും ദൈവം ആഗ്രഹിക്കാത്ത പലതും കൈവശപ്പെടുത്തി. അതിൻ്റെ ഫലം ആയി എന്ന് പറയുന്ന ചെറിയ ഒരു പട്ടണം ഈ ഇസ്രായേൽക്കാരുടെ മേൽ വിജയം വരിക്കുകയാണ്. ഇസ്രായേൽക്കാരിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കുകയാണ്. അതിന് കാരണമായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ വയ്ക്കുക ഈ ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പാപമാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിച്ചാലാണ് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ കഴിയുക, ആ അത്ഭുതങ്ങൾക്ക് വഴിയൊരുങ്ങുക. ഒരു പക്ഷേ വ്യക്തി ജീവിതത്തിൽ ചില തിന്മകൾ നിലനിൽക്കുമ്പോൾ കുടുംബം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇവിടെ ചിലരെങ്കിലും ധ്യാനങ്ങൾക്ക് വരുമ്പോൾ പറയാറുണ്ട്, കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി വഴിയായി തിന്മയുടെ സ്വാധീനം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുടുംബം മുഴുവൻ അനുഗ്രഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധീകരിക്കാൻ ദൈവം ഓർമ്മിപ്പിക്കുന്നു വ്യക്തിപരമായ പാപങ്ങളിൽ നിന്നും. ഒപ്പം തമ്പുരാൻ പ്രവർത്തിക്കാനായിട്ട് ഒരുക്കത്തോടെ കാത്തു നിൽക്കണം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15 മുതലുള്ള വചനഭാഗം ഇപ്രകാരമാണ് പറയുക: വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. 16-ാമത്തെ തിരുവചനം: വെള്ളത്തിൻ്റെ ഒഴുക്കു നിലച്ചു. സാരഥാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. വീണ്ടും 17-ാമത്തെ തിരുവചനം: ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു. ഏറ്റവും അവസാനത്തെ ആ ഭാഗം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
പ്രിയമുള്ളവരെ, ഈ പുരോഹിതന്മാരെ ശ്രദ്ധിക്കുക. അവർ ഈ ജനം മുഴുവൻ ജോർദാൻ കടക്കുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്നും ഒരടി പോലും അവർ മുന്നോട്ട് മാറിയില്ല. അതിൻ്റെ ഒരു സൂചന ഇതാണ്, അതിൻ്റെ അർത്ഥം ഇതാണ്: ഇതൊന്നും മനുഷ്യരുടെ കഴിവല്ല. അവിടെ മനുഷ്യർ നിശ്ചലരായി നിൽക്കുകയാണ്. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളോട് നിശ്ചലരാകാൻ തമ്പുരാൻ ആവശ്യപ്പെടുന്നു. ഇവിടെയെല്ലാം പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ 14-ാമത്തെ അധ്യായത്തിൽ ചെങ്കടൽ കടക്കുമ്പോൾ ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗം. നമുക്കറിയാം, ഈ ചെങ്കടലും എങ്ങനെ മറികടക്കും എന്ന് അറിയാതെ ഈ ജനം വിഷമിക്കുന്നുണ്ട്, പരാതികൾ പറയുന്നുണ്ട്. അവർക്ക് ദൈവം കൊടുക്കുന്ന സന്ദേശം ഇതാണ്. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വചനം പറയുക. ഈ പുരോഹിതന്മാർ നിശ്ചലരായി നിന്നു, ശാന്തരായി നിന്നു. അതുകൊണ്ട് വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുക, ശാന്തരാവുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെ ചെയ്താൽ പ്രിയമുള്ളവരെ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. കൂടാതെ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുക: ഈ പുരോഹിതന്മാർ ആദ്യമായി ഈ നദിയിലേക്ക് ഇറങ്ങുകയാണ്. ജനത്തിനു മുൻപേ ഇറങ്ങുന്നത് ഈ പുരോഹിതന്മാരാണ്. അവരുടെ പാദങ്ങളാണ് ഈ നദീജലത്തെ ആദ്യമായി സ്പർശിക്കുന്നത്. അങ്ങനെ സ്പർശിച്ചപ്പോൾ എന്തുണ്ടായി? വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സാരധാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. അതാണ് സംഭവിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം പലപ്പോഴും ഇടപെടുന്നത് നാം ഓരോരുത്തരിലൂടെയുമാണ്. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ഈ ജലത്തിലേക്ക് ഇറങ്ങണം. നമ്മുടെ പാദം ആ വെള്ളത്തിൽ സ്പർശിക്കുമ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിക്കുക. അതിന് തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരും. പ്രിയമുള്ളവരെ, ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ, പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുൻപിൽ അതിന് തയ്യാറാകാതെ നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. ഒരുപക്ഷെ ഞാൻ ഈ ജലത്തിലേക്ക് ഇറങ്ങിയാൽ എന്തു സംഭവിക്കും എന്നുള്ള ഒരു ചിന്തയാകാം നമ്മയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത്. പക്ഷേ ആ ജലത്തിലേക്ക് ഇറങ്ങാനാണ് ദൈവം ആവശ്യപ്പെടുക. ആ ജലത്തിലേക്ക് ഇറങ്ങി നമ്മുടെ പാദങ്ങൾ നനയുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന് ഇടപെടാൻ പറ്റാതെ വരും. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്: എത്രയോ വർഷങ്ങളായി നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നു. എത്രയോ വർഷങ്ങളായി നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളുടെ കാഴ്ച കൊണ്ട് മാത്രമാണോ? അതോ വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ച കൊണ്ടാണോ? അങ്ങനെ വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് മുൻപിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ മാത്രമേ ദൈവസ്വരത്തിന് കാതോർക്കാൻ നമുക്ക് പറ്റൂ. ദൈവം പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇസ്രായേൽക്കാർക്ക് കൊടുക്കുന്ന വലിയ ഒരു വാഗ്ദാനമുണ്ട്. 34-ാം അധ്യായം 10-ാം തിരുവചനം. ഈ പരാതി പറയുന്ന ജനത്തോട് തമ്പുരാൻ പറയുന്നത് ഇതാണ്: അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന് മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയ ഒരു വാഗ്ദാനം അതാണ്. തമ്പുരാൻ നമുക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഒന്ന്, വാഗ്ദാന പേടകത്തിൽ മുൻപേ പോകുന്ന ദൈവസാന്നിധ്യത്തിൽ ശ്രദ്ധ വെച്ച് വേണം യാത്ര ചെയ്യാൻ.
രണ്ടാമത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ഒപ്പം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം നൽകണം. പ്രിയമുള്ളവരെ, ഈ അധ്യായത്തിൽ കാണുന്ന മറ്റൊരു കാര്യം അതിതാണ്. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വാഗ്ദാന പേടകത്തിൽ നിന്നും കൃത്യമായ ഒരു അകലം പാലിക്കണം. 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനമാണത്. നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് 2000 മുഴം അകലമുണ്ടായിരിക്കണം, അതിനെ ആരും സമീപിക്കരുത്. ദൈവം അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, സാധാരണ മനുഷ്യർക്ക്, നമുക്ക് ദൈവമഹത്വത്തെ സമീപിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അത്ര എളുപ്പമല്ല. ദൈവ സാന്നിധ്യം, ദൈവമഹത്വം അത് വളരെ വലുതാണ്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും ദൈവത്തെ കാണണം. അതിനുവേണ്ടിയാകാം തമ്പുരാൻ ഇപ്രകാരം ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. ഒരുപക്ഷെ ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളാണ്. ഒരുപാട് നേതാക്കൾ ജനങ്ങളെ കാണാനായി വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ ഈ ജനം മുഴുവൻ അവരുടെ അടുക്കിലേക്ക് ഓടിക്കൂടും. അങ്ങനെ അവരുടെ അടുക്കിലേക്ക് ഓടിക്കൂടുകയാണെന്ന് കരുതുക. അപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഒരുപക്ഷെ അവരുടെ മുഖം കാണാൻ പറ്റൂ. എന്നാൽ അല്പം അകലത്തിലാണ് ഈ ജനക്കൂട്ടം നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ എല്ലാവർക്കും അവരെ കാണാനും കേൾക്കാനും ഉള്ള ഒരവസരമാകും. ദൈവം ഒരുപക്ഷെ കരുതിയത് ഇതാകണം. എല്ലാവർക്കും തന്നെ കാണാൻ കഴിയണം. എല്ലാവർക്കും ഈ ദൈവിക ചൈതന്യം അനുഭവിക്കാൻ പറ്റണം. പ്രിയമുള്ളവരെ, ഈ ദൈവിക ചൈതന്യത്തിൽ ദൃഷ്ടിയുറപ്പിച്ച് മുൻപിലേക്ക് പോയാൽ ഉറപ്പായിട്ടും എത്ര വലിയ ജോർദാൻ അനുഭവങ്ങളെയും മറികടക്കാൻ നമുക്ക് പറ്റും. രണ്ടാമത്, തമ്പുരാൻ പറയുന്നത് പോലെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവം പ്രവർത്തിക്കാനായി കാത്തു നിൽക്കുന്ന മനുഷ്യരാകാം. ഒപ്പം ആ ജലത്തിലേക്ക് പാദങ്ങൾ പതിക്കാൻ തമ്പുരാൻ ആവശ്യപ്പെടുമ്പോൾ അതിനായി നമുക്ക് ഹൃദയം തുറന്ന്, ദൈവസ്വരത്തിന് ഹൃദയം തുറന്ന് തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളും വ്യക്തിജീവിതവും ഉറപ്പായും അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ എല്ലാവരെയും ഇതുപോലെയുള്ള ജോർദാൻ അനുഭവങ്ങളിലേക്ക് നയിക്കട്ടെ. ആമേൻ.